ഹായ് ജാൻസ്, വെൽക്കം ടു മൈ ബ്രാൻഡ് ഫസ്റ്റ് വീഡിയോ ഇൻ യൂട്യൂബ്. എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ല എന്ന്, പക്ഷെ നിങ്ങളിൽ പലർക്കും സുപരിചിതമായ ഒരു മുഖം എന്റെ കൂടെ ഉണ്ട്. ലെറ്റ് മീ വെൽക്കം മൈ സിസ്റ്റർ ദേവി പ്രസീത വ്ലോഗ്സ് ഇൻ ടു മൈ യൂട്യൂബ് ചാനൽ. ജാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കൃഷ്ണയുടെ ഇൻട്രോ? ഫസ്റ്റ് ഇൻട്രോ. അതെ, അപ്പൊ ഇത്തിരി കൂടെ തിരിച്ചു പിടിക്കും. അപ്പം ജാൻസ്, ഇതാണ് എന്റെ അനിയത്തി. നിങ്ങളിൽ പലർക്കും കൃഷ്ണനെ അറിയത്തില്ല, നിങ്ങളിൽ ആർക്കും എന്നെ അറിയത്തില്ല. കാരണം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 5 വർഷമായിട്ടും എനിക്ക് വലിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇതെന്റെ അനിയത്തിയാണ്. എന്നെ അറിയാവുന്ന കുറച്ച് ഒരു 5 പേരെങ്കിലും കാണത്തില്ലേ? 5 പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് എന്റെ അനിയത്തിയാണ്. സോ ഷീ സ്റ്റാർട്ടിങ് ഹർ ഓൺ യൂട്യൂബ് ചാനൽ ടുഡേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എന്താണ് നിനക്ക് ചാനൽ തുടങ്ങാനുള്ള മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ, ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ പറയും? കഴിഞ്ഞ കുറെ നാളുകളായി ഐ എം ടെല്ലിങ് ഹെർ ടു സ്റ്റാർട്ട് എ ന്യൂ യൂട്യൂബ് ചാനൽ. പക്ഷെ എനിക്ക് ഞാൻ മാത്രമല്ല, ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര കൈവിട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ചമ്മലും, എനിക്കിങ്ങനെ സ്ക്രീനിൽ വന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാനിപ്പോ പയ്യെ കൺവിൻസ്ഡ് ആയി. പിന്നെ എന്റെ ഫ്രണ്ട്സും ഫാമിലി ആണെങ്കിലും എന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു. തള്ളി. അതെ, അത് നിങ്ങൾക്ക് എന്റെ ഫസ്റ്റ് വ്ലോഗ് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പം സപ്പോർട്ട് ചെയ്ത് തള്ളിവിട്ടുള്ളായിരുന്നു. സോ ജാൻസ്, അപ്പൊ ഇത് ഇവളുടെ ഫസ്റ്റ് ഓണം വ്ലോഗ് ആണ് അല്ലെ? ഐ തിങ്ക് സോ. അപ്പൊ എന്താണ് ഫസ്റ്റ് വ്ലോഗ് വന്നിട്ട്? എനിക്കൊന്ന് കോളേജിലെ ഓണം സെലിബ്രേഷൻ ആണ് എന്റെ ഫസ്റ്റ് വ്ലോഗ്. സോ കോളേജിലെ പിള്ളേരൊക്കെ കാണിക്കുന്നുണ്ടോ? എല്ലാരും കാണിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഓൾറെഡി നീ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ അതിവിദഗ്ധമായിട്ട് ഇൻട്രോ എടുക്കാൻ മറന്നുപോയത് കൊണ്ടാണ് ഇന്ന് വീണ്ടും ഒരുങ്ങി വന്ന് ഇൻട്രോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ലെറ്റ്സ് ജംപ് ഇൻടു ദി വീഡിയോ. അപ്പോൾ ജാൻസ്, ഇതാണ് നമ്മുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത്തപ്പൂ മത്സരമുണ്ട് നമുക്ക്. അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അത്തപ്പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്തപ്പൂവിൻ്റെ ബിഗിനിങ് സ്റ്റേജൊന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണല്ലോ. അപ്പോൾ ഞാൻ നല്ലപോലെ ഒരുങ്ങി സാരിയൊക്കെ ഉടുത്ത് മേക്കപ്പൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി. പിന്നെ നമ്മൾ അത്തം കണ്ടിട്ട് എല്ലാവരും പുറത്തേക്ക് വന്നപ്പോഴാണെങ്കിൽ ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. എല്ലാവരും നല്ലപോലെ ഒരുങ്ങി വന്നുകൊണ്ട് ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടി ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് അദ്വൈതാണ് നമ്മുടെ ക്ലാസ്സിലെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിൽ ഒരാൾ. അദ്വൈതൊക്കെ ക്ഷീണിച്ച് അങ്ങനെ. അപ്പം നമുക്ക് വിശന്നു. അപ്പം നമ്മൾ അകത്ത് പോയി ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോൾ ഒന്നും പൊട്ടിച്ചിട്ടില്ല. പോയിട്ട് വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്ക്. നോക്കിയാൽ തന്നെ അറിയാം, ഒരു ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കുണ്ട് ഇവിടെ. പിന്നെ ഞാൻ ഓർത്തൊന്ന് അകത്ത് കയറി വീഡിയോ എടുത്തേക്കാന്ന് വെച്ച്. അപ്പോൾ ഇരിക്കുന്നതൊക്കെ ജൂനിയേഴ്സാണ്. ഈ വിളമ്പുന്നത് ഞങ്ങളുടെ ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും കൂടിയാണ്. ഇതെല്ലാം മൊത്തം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരാണ്. മൊത്തം നമ്മുടെ സ്വന്തം പിള്ളേർ തന്നെയാണ്. ജാൻസ്, അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ കോർഡിനേറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ട്രിപ്പിലായിരുന്നു കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിക്കാൻ വരുമ്പം പപ്പടം തീർന്നു പോകുന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. പിന്നെ ഞാൻ പുറത്തേക്ക് വന്ന് ഞാനും അനീഷയും കൂടെ ഇങ്ങനെ ആലോചിക്കും എപ്പോൾ ഇരിക്കണം, ഏത് ട്രിപ്പിലിരിക്കും എന്നൊക്കെ. അപ്പോഴാണ് ഫാത്തിമ ഇവിടെ അതേ ആലോചനയിൽ നിൽക്കുവാന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ജൂനിയേഴ്സ് എഴുന്നേറ്റിട്ട് അടുത്ത ട്രിപ്പിൽ തന്നെ ഇരിക്കാമെന്നൊക്കെ പ്ലാൻ ഇട്ടു. അപ്പോൾ ഇതാണ് നയാഫാണ് നമ്മുടെ ഓൾ ഇൻ ഓൾ. ഞങ്ങൾ ഈ ട്രിപ്പ് അങ്ങനെ ജാൻസ് കാത്തിരുന്ന് ഇതിപ്പോൾ നമ്മുടെ ടേൺ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓൾമോസ്റ്റ് ജൂനിയേഴ്സ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി. അപ്പം എനിക്ക് സ്വാതിക്കും മാനസിക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ആരാണ് സ്വാതി മാനസയെന്ന്. അതിപ്പോൾ ഉടനെ വരും, ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇലയൊക്കെ തന്നു, നമ്മളവിടെ കയറിയിരുന്ന് കഴിഞ്ഞു. അപ്പം ഇതാണ് സ്വാതി മാനസയും. എല്ലാവർക്കും 1.5 പപ്പടം വെച്ച് എന്നിട്ട് ഒളിപ്പിച്ച് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കും മാനസയ്ക്കും ചോറ് കിട്ടിയില്ല, പക്ഷെ സ്വാതിക്ക് ചോറ് കിട്ടി. അവിടെ കഴിക്കാനും തുടങ്ങി. സന്തോഷം പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിലവോരമുണരുന്നു സംഗീതം. ജാൻസ്, അപ്പോൾ പലതരത്തിൽ സദ്യ കഴിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കിടന്ന് സദ്യ കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവരാണ് ഇവർ. കാരണം ഇവർക്ക് വീഡിയോ വരാൻ മടിയാണ്. പൈസ വേണോ? ഇപ്പൊ കൊണ്ടുവരാം. ജാൻസ്, അപ്പോൾ നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ച് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഫുഡും കറിയും എല്ലാം മിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്നും വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് തന്നവർക്ക് തന്നെ നമ്മളെല്ലാം തിരിച്ചു കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞ് ആര്യ മിസ് നമ്മളോട് ഫിസിക്കലിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വെള്ളം എടുത്ത് കൊടുത്തിട്ട് വാതിക്കയിലോട്ട് വന്ന് നമ്മളെല്ലാവരും കൂടെ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇന്നിങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. എല്ലാവരും ഒരുങ്ങിയൊക്കെ വന്നേക്കുമല്ലോ. അപ്പോൾ നമ്മൾ അവരെ കുറിച്ചും നമ്മുടെ കോളേജിനെ കുറിച്ചും ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊക്കിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാൻസ്, ആലപ്പുഴ SB കോളേജ് ഞങ്ങളുടെ 3rd ഇയർ ആണ്. അപ്പൊ ഞങ്ങളുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്
അവതരിപ്പിക്കുന്ന പരിപാടി വളരെ മനോഹരമായിട്ട് നടന്ന ഗൈസ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും കൂടുതൽ സുന്ദരികൾ എസ് ഡി കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലാണ്. അല്ലാതെ ഇൻസ്റ്റാഗ്രാം വൈയിൽ കൊടുത്തേക്കണ്ട. ഖദീജയുടെ കൊടുത്തേക്കാന്ന് പറയുന്ന ആരാ എല്ലാരും എന്നെ ഫോളോ ചെയ്യണം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, അത് നിൽക്കുക, അതെ ഗൈസ്. അപ്പൊ നമുക്ക് വൈകുന്നേരം ചെണ്ടമേളം ഒക്കെ ഉണ്ടായിരുന്നു, തുടങ്ങാൻ സമയമായിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ വടംവലി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങൾ വീണ്ടും ഞങ്ങളിവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കണ്ണാടി വെച്ച് ഫോട്ടോഷൂട്ട് എടുത്തു. അഭിയ നടുക്കിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു ഗൈസ്. അനീശ്വരനെ എടുത്ത് ഞങ്ങൾ ഫോട്ടോ എടുത്തു ഗൈസ്. ജിഷ്ണു ഉണ്ട്, എല്ലാരും ഉണ്ട് ഗൈസ്. ഇതാണ് അദ്വൈത് ഷാജി. ഓക്കെ, അദ്ദേഹമാണ് നമ്മുടെ ക്ലാസ്സിലെ ഒഫീഷ്യൽ ക്യാമറാമാനോൻ. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ക്യാമറാമാനാണ് അരവിന്ദ്. ചിരി കണ്ടു. ജാൻസ്, നമ്മളിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ സെക്ഷനാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അനീഷയുടെ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്, അരവിന്ദാണ് എടുക്കുന്നത്. അപ്പോൾ ജാൻസ്, നമ്മളൊക്കെ കെട്ടിയൊരുങ്ങി വന്നത് തന്നെ ഓണത്തിൻ്റെ അന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്നത് ഞാൻ ഒരു 10-20 ഫോട്ടോസ് ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ദേ വാദിക്കെ പരിപാടി തുടങ്ങി, നമ്മൾ അങ്ങോട്ട് പോയി. ഒരു സ്ഥലത്തെ ട്രാക്ക് മാറ്റി. നമ്മളാണ് വീഡിയോയിലുള്ളത്. ഉച്ച തൊട്ട് എങ്ങനെയെങ്കിലും ഈ സാരി ഒന്ന് മാറിയാൽ മതി എന്നുള്ളൊരു തോന്നലില്ലായിരുന്നു ഞങ്ങളൊക്കെ. അങ്ങനെ പരിപാടിയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഓടിപ്പോയി സാരി മാറി ഒരു ടോപ്പ് എടുത്തിട്ടു. എൻ്റെ പൊന്ന് ജാൻസി, സ്വർഗം കിട്ടിയ ഫീലായിരുന്നു. ഹലോ ഗായ്സ്, വോട്ട് എല്ലാം ആധാർ കാർഡ് എല്ലാം പതിപ്പിക്കും. ഹാപ്പി ഓണം പറയാൻ